അപേക്ഷ സംഘം ഈ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ വളരെ ചടുലമായ നീക്കങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറിന്റെ കയ്യിലോട്ട് കൊടുക്ക്. ഒടുവിലായ ഒരു പൊതുവേദിയിൽ സിദ്ദിഖ് പ്രത്യക്ഷപ്പെട്ടതെന്ന് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊപ്പം ഏറെ നേരം സമയം അവിടെ ചെലവിട്ടതിന് ശേഷമാണ് സിദ്ദിഖ് അന്ന് അവിടെ നിന്ന് മടങ്ങിയത്. അതിനുശേഷം സിദ്ദിഖ് എവിടെ ണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടാനുള്ള ഒരു പരക്കം പാച്ചിലാണ് അവർ. നിരവധി പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വരുന്നുണ്ട്. അത് ആശ്വാസകരമായ ഒരു കാര്യം. നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റവാളിയായി തീരും. എന്റെ ദൈവമേ, വിഷമിക്കണ്ട. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. മുൻകൂർ ജാമ്യം കൊടുക്കാൻ ഈ കോടതിക്ക് കഴിയില്ല. ലൈംഗിക ശേഷി പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. സിദ്ദിഖിന്റെ അഭിഭാഷകരാണ് ഇത്തരത്തിൽ പരാതിക്കാരിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്ന തരത്തിൽ അവരുടെ സ്വഭാവം ഉൾപ്പെടെ ചോദ്യം ചെയ്തത്. വിഷുവായിട്ട് നല്ല ഒന്നാം തരം പെമ്പിള്ളേര് പട്ടുകാരിയെ കൊടുത്ത് മുല്ലപ്പൂത്ത് കൂടി അമ്പലത്തിൽ തൊഴാൻ പറ്റും. അവരെ കാണുമ്പോൾ എന്റെ മനസ്സിളകും, പ്രാർത്ഥിക്കാനുള്ള കോൺസെൻട്രേഷൻ പോവും, ദൈവത്തിന് എന്നോട് കലിപ്പുവാകും. ദൈവകോപം ഉണ്ടാവാൻ വേറെ വല്ല കാരണം വേണം. ഈ ഒറ്റ കാരണം കൊണ്ടല്ലടാ ഞാൻ ഈ ഗുരുവായൂർ പോലും പോവാത്തത്. ഇത്ര നാളെ മനസ്സമാധാനമായിട്ട് ശബരിമല പോയിക്കൊണ്ടിരുന്നതാ. ഇനിയിപ്പോ അതും നടക്കുമെന്ന് തോന്നുന്നു.